ആഴത്തിൽ എന്നോടും ഇടപെടണേ. എൻ്റെ ആത്മാവേ, എൻ്റെ ദൈവമേ. പ്രിയമുള്ളവരെ, കരുണയുടെ ഈ മണിക്കൂറിൽ ദൈവതിരുസന്നിധിയിൽ നമ്മൾ അണഞ്ഞിരിക്കുമ്പോൾ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവിനോട് പ്രാർത്ഥിക്കാം, എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണമേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ ജീവിതത്തെ നിൻ്റെ സ്വന്തമാക്കണമേ, എന്നോട് കരുണയായിരിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മൾ എവിടെയായിരുന്നാലും ഈ നിമിഷം ഈ കരുണയുടെ മണിക്കൂറിൽ ദൈവ തിരുസന്നിധിയിൽ നമ്മൾ അണയുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്: എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇടപെടണം, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന നേരം നമ്മുടെ ജീവിതത്തെ അതിൻ്റെ എല്ലാ പ്രയാസങ്ങളോടെ ബുദ്ധിമുട്ടുകളോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ അതിൻ്റെ നിയോഗങ്ങളോടെ, അതിൻ്റെ വേദനകളോടെ, പ്രതിസന്ധികളോടെ, പ്രതിബന്ധങ്ങളോടെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മുറിവുകളും കർത്താവിന് വിട്ടുകൊടുക്കാം. പൂർണ്ണഹൃദയത്തോടെ അവിടുത്തെ തിരുസന്നിധിയിൽ ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതി യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവതിരുസന്നിധിയിൽ ഈ കരുണയുടെ മണിക്കൂറിൽ നമ്മൾ അണഞ്ഞിരിക്കുമ്പോൾ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ നോമ്പ് കാലത്ത് നമുക്കറിയാം, ഈ നോമ്പ് കാലത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാർത്ഥനയാണ്. സഭ നമ്മോട് പറയുന്ന കാര്യവും ഈ നോമ്പ് കാലത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ജീവിതത്തിൻ്റെ ഇടപെടലും പ്രാർത്ഥനയാണ്. പലപ്പോഴും കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ, ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട് പ്രാർത്ഥന മാറുകയാണ്. എന്നാൽ പ്രാർത്ഥന എന്നത്, പ്രിയമുള്ളവരെ, ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല. പ്രാർത്ഥന എന്നത് ഒരു ഉപകരണമല്ല. പ്രാർത്ഥന എന്നത് ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിബന്ധമാണ്. പ്രാർത്ഥന എന്നത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. ഈ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ദൈവതിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ തിരിച്ചറിയേണ്ടതുമായൊരു കാര്യം നോമ്പുകാലത്ത് അതാണ്. നോമ്പുകാലത്തിൻ്റെ ചിന്തകളെല്ലാം നമ്മോട് പറയുന്നത് തന്നെയല്ലേ? പ്രാർത്ഥന, ദൈവവുമായിട്ടുള്ള ബന്ധം. നീ ദൈവവുമായിട്ട് നഷ്ടപ്പെടുത്തിയ ബന്ധത്തിലേക്ക് നീ തിരിച്ചു ചെല്ലുക. നീ നഷ്ടപ്പെടുത്തിയ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീ തിരിച്ചു ചെല്ലുക. ആ ദൈവസന്നിധിയിൽ കടന്നു ചെന്നിട്ട്, ദൈവമേ എനിക്കത് വേണം, ദൈവമേ എനിക്കിത് വേണം എന്ന് പറയുന്ന ഒരു ജീവിതത്തിൻ്റെ സംഭവമല്ല പ്രാർത്ഥന. പിന്നെയോ ദൈവവുമായിട്ടുള്ള എൻ്റെ സ്നേഹബന്ധത്തിൻ്റെ പ്രതിഫലനമാണ് പ്രാർത്ഥന. ദൈവവുമായിട്ട് ഞാൻ അടുത്തിരിക്കുന്ന സമയം, ദൈവവുമായിട്ട് ഞാൻ ഒന്നുചേരുന്ന സമയം, അതാണ് പ്രാർത്ഥനാ ജീവിതം. പ്രിയമുള്ളവരെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് ഓർക്കാം, നമുക്കിഷ്ടമുള്ള നമ്മുടെ ബന്ധുമിത്രാദികളെ നമുക്ക് ഓർക്കാം, ദൈവതിരുസന്നിധിയിൽ നമുക്ക് അടുപ്പമുള്ളവരെ നമുക്ക് ഓർക്കാം. ഇവരുടെ ആരോടും ഒരുപക്ഷെ നമ്മൾ ഇടപെടുന്നത് ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഫോൺ വിളിച്ചേക്കാം. അപ്പന് സുഖമാണോ, അമ്മയ്ക്ക് സുഖമാണോ, ജീവിത പങ്കാളിക്ക് സുഖമാണോ, മക്കൾക്ക് സുഖമാണോ എന്നൊക്കെ അറിയാൻ. പക്ഷെ അതിൽ നിന്ന് നമ്മളൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ വിളിച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. എന്നാൽ ചില വ്യക്തികൾ നമ്മളെ ഫോൺ വിളിക്കുമ്പോൾ നമുക്കറിയാം അവരെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. എന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഫോൺ വിളിച്ചിട്ട് സുഖമാണോ എന്ന് മാത്രം അറിയാൻ വിളിച്ചതാണ്. അല്ലെങ്കിൽ ഒന്നുമില്ല, വെറുതെ ഇരുന്നപ്പോൾ നിന്നെ വിളിച്ചതാണ്. അല്ല, നിന്നെ വിളിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, നിന്നോട് എനിക്ക് സംസാരിക്കണം എന്ന് പറയുന്നൊരു വ്യക്തി നമുക്കുള്ളപ്പോൾ നമുക്കറിയാം അവിടെ ചലിക്കുന്നത് സ്നേഹമാണ്. ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തിൻ്റെ പ്രതിഫലനമാണ് ഞങ്ങൾ തമ്മിൽ നടക്കുന്ന സംഭാഷണം. അതുപോലെ ദൈവത്തിരുസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്, എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അനുഗ്രഹങ്ങൾ മേടിക്കാനുള്ള ഒരു കാര്യമായിട്ട് പരിഗണിക്കരുത്. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കേണ്ട ഒരു ഭക്തിയുടെ പ്രകടനമായിട്ട് എൻ്റെ പ്രാർത്ഥനയെ കാണരുത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക.
രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. രഹസ്യമായിട്ട്. എന്തുകൊണ്ട് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നേ? ആദ്യമേ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ, എൻ്റെ ആത്മീയതയുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ ഒരു ബന്ധമാണ്. വിശുദ്ധ ജോൺ ഡമാസിൻ പറയും, നിങ്ങളുടെ മനസ്സും ഹൃദയവും ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. അതായത് ഞാൻ വാക്കുകൊണ്ട് മാത്രം ചെയ്താൽ അത് പ്രാർത്ഥനയാവില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്യുന്ന മനനങ്ങൾ അല്ലെങ്കിൽ വിചാരങ്ങൾ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മാത്രം അത് പ്രാർത്ഥനയാവില്ല. ഞാനെന്ന വ്യക്തി മൊത്തമായിട്ടും ദൈവസന്നിധിയിൽ ഒന്നായിത്തീരുന്ന, ദൈവസന്നിധിയിലേക്ക് എന്നെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്ന നിമിഷം, ആ ദൈവത്തോട് ചേർന്നിരിക്കാൻ എന്നെ ആരും പ്രേരിപ്പിക്കേണ്ട കാര്യമില്ല. ആ ദൈവസന്നിധിയിലിരുന്ന് എൻ്റെ ഹൃദയം തുറന്ന് പങ്കുവയ്ക്കാൻ എന്നോടാരും പറയേണ്ട കാര്യമില്ല. കാരണം അത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമേറിയൊരു സീക്രട്ടാണ്. എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ തനിയെ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിരിക്കും. എൻ്റെ വിശേഷങ്ങൾ ഞാൻ ദൈവത്തോട് പറയും. ദൈവത്തെ കേൾക്കാൻ ഞാൻ റെഡിയാകും. ദൈവത്തിന് എന്നോട് എന്താണ് പറയാനുള്ളതെന്ന് ശ്രമിക്കും. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് ഏറ്റവും സ്നേഹമുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ എപ്പോഴും ആ വ്യക്തിയെ കാണുവാനും ആ വ്യക്തിയുടെ അടുത്തിരിക്കുവാനും ആ വ്യക്തിയുടെ ശബ്ദം കേൾക്കാനും ഫോൺ വിളിക്കാനും ഒക്കെ നമുക്ക് താല്പര്യമുള്ളതുപോലെ എൻ്റെ കർത്താവിനോട് എനിക്ക് ആഴമേറിയ സ്നേഹമുള്ളപ്പോൾ ആ ദൈവത്തിൻ്റെ അടുത്തിരിക്കാൻ, എൻ്റെ കർത്താവിനോട് സംസാരിക്കാൻ, എൻ്റെ കർത്താവിന് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ, എൻ്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ, എൻ്റെ നൊമ്പരങ്ങൾ പങ്കുവയ്ക്കാൻ ആരും എന്നെ ഉന്തിത്തള്ളി വിടേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി എൻ്റെ ഹൃദയം ദാഹിക്കും, എൻ്റെ ഹൃദയം ആഗ്രഹിക്കും ദൈവത്തോടു കൂടെ ഇരിക്കാൻ. എൻ്റെ ഉള്ളിൽ തീക്ഷ്ണമായ ഒരു ആഗ്രഹം വരും, എനിക്ക് ദൈവത്തോടു കൂടെ ആയിരിക്കണം, ദൈവം പറയുന്നത് കേൾക്കണം, കർത്താവിന് എന്നെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റണം. പ്രിയമുള്ളവരെ, ആ ഒരു ആഴമേറിയ ബന്ധമാണ് എൻ്റെ പ്രാർത്ഥന. ഏതാനും ചില വാക്കുകൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ഒത്തിരിയേറെ കാര്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ മാത്രമല്ല നമ്മൾ ദൈവത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ നോക്കുന്നതെന്ന് ചിന്തിക്കരുത്. അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ഹൃദയം കാണുന്ന കർത്താവ്, എന്നെ അറിയുന്ന കർത്താവ്, നമ്മൾ പാടിയില്ലേ, ആഴത്തിൽ എന്നോട് ഇടപെടണമെന്ന് പ്രാർത്ഥിച്ചില്ലേ? ആ ആഴത്തിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക് ദൈവത്തെ ഇടപെടാൻ ഞാൻ അനുവദിക്കുന്നതാണ് പ്രാർത്ഥന. ഞാൻ ആഴത്തിൽ എൻ്റെ ജീവിതം തുറന്നു കൊടുക്കുന്നതാണ് പ്രാർത്ഥന. നമുക്ക് ഏറ്റവും സ്നേഹമുള്ളൊരു വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള സീക്രട്ടുകൾ പോലും ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തേക്കാം. ആരോടും പറയാത്ത നൊമ്പരങ്ങൾ, ആർക്കും അറിയാത്ത കാര്യങ്ങൾ പോലും നമ്മൾ പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നത് അത്ര ആഴമേറിയ ബന്ധമുള്ളവരോടാണ്. ഇന്ന് ഈ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദാഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി കൊതിക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീ കടന്നു വരണം. ഇതുവരെയും ഞാൻ പങ്കുവയ്ക്കാൻ, മറ്റാരോടും പങ്കുവയ്ക്കാത്ത സീക്രട്ടുകൾ പോലും, ഇത്രയും നാൾ ഞാൻ മറ്റാരോടും തുറന്നു പറയാത്ത കാര്യങ്ങൾ പോലും കർത്താവെ ഞാൻ നിൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കുവാൻ, മറ്റാർക്കും അറിയാത്ത എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് നീ കടന്നു വരണം. ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ ഈശോ പറഞ്ഞില്ലേ? നിൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം കടന്നു വരാൻ ദൈവത്തെ വിളിക്ക്. ദൈവത്തിൻ്റെ ഹൃദയം തിരിച്ചറിയാൻ നിൻ്റെ ഹൃദയത്തെ തുറന്നു വയ്ക്ക്. എൻ്റെ ദൈവത്തിൻ്റെ ഹിതമറിയണം, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമറിയണം, എനിക്കും ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം കാണണം. ബോധ്യത്തോടുകൂടി കാര്യങ്ങൾ നടന്നു കിട്ടാനല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന, ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതല്ല, നേട്ടങ്ങൾ നേടിയെടുക്കുന്നതല്ല, സൗഖ്യങ്ങളോ ഉയർച്ചകളോ ഉന്നതിയോ കിട്ടുന്നതല്ല. അതിനേക്കാളൊക്കെ ഉപരി ആഴമേറിയ ഒരു വ്യക്തിബന്ധം, ഒരു സ്നേഹബന്ധം, അതാണ് പ്രാർത്ഥന. ഒന്നുകൂടി പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങൾ രണ്ടും മറുവോട് ചേർത്ത് വെച്ച് നമുക്ക് ഗാനത്തോടൊപ്പം നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പാടണം. ദൈവമേ, ആഴത്തിൽ എന്നോട് ഇടപെടണമേ. എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഇരുണ്ട കോണുകളിലേക്ക് നീ കടന്നു വരണമേ. നിൻ്റെ ഹൃദയത്തെ തൊട്ടറിയാൻ, തിരിച്ചറിയാൻ, കേൾക്കാൻ എൻ്റെ ഉള്ളത്തെ നീ അനുഗ്രഹിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് പാടാം. ദൈവമേ, നിനക്കായി ആത്മാവിനായി ഈശോ ദാഹിക്കുന്നേ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഈ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ടും കർത്താവ് ലോകമാസകലമുള്ള സകല പാപികളെയും അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, അവരെ മാനസാന്തരത്തിൻ്റെ ആഴങ്ങളിലേക്ക് അങ്ങ് നയിക്കണമേ. അവരുടെ ജീവിതങ്ങളെ ആഴത്തിൽ തൊടണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണവാനായ കർത്താവേ,
അങ്ങേ സന്നിധിയിൽ തിരുസഭയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുസഭയെ നയിക്കുന്ന എല്ലാ അജപാലകരെയും തിരുസഭയുടെ എല്ലാ പ്രയത്നങ്ങളെയും തിരുസഭയെ വിശുദ്ധിയിലും വിശ്വാസത്തിലും അങ്ങ് കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബ ബന്ധങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് രാജാവായിട്ട് വാഴണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ അങ്ങ് ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, എല്ലാ രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗശയ്യയിലായിരിക്കുന്നവർ, അത്യാസന്ന നിലയിൽ മരണക്കിടക്കയിലായിരിക്കുന്നവരുടെ എല്ലാ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിക്കണമേ, അവരെ സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ പല പ്രതിബന്ധങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവർ, ജീവിതത്തിൻ്റെ പല മേഖലകളിലും തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും കഴിയുന്നവർക്ക് കർത്താവെ അങ്ങയുടെ കരുണ അങ്ങ് കൊടുക്കണമേ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുന്നത് പോലെ മുട്ടിന്മേലായിരിക്കുക. കർത്താവുമായിട്ടുള്ളൊരു ബന്ധം ഞാൻ പ്രാർത്ഥന വഴിയല്ല വളർത്തിയെടുക്കുന്നതെന്ന് ചിന്തിക്കുക. പ്രാർത്ഥന അതിനുള്ളൊരു വഴിയല്ല. പ്രാർത്ഥനയാണ് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൻ്റെ ആഴം. പ്രാർത്ഥന തന്നെയാണ് എൻ്റെ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം. ആ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അനുദിനം എനിക്ക് പ്രാർത്ഥിക്കുവാൻ തോന്നുന്നില്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ വിള്ളൽ വീണിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കണം. പ്രാർത്ഥന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളൊരു ഉപാധിയല്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി, എൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, എൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റിക്കിട്ടാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത് തരുന്നത് തരാൻ വേണ്ടിയാണ് ഞാൻ ദൈവത്തെ സമീപിക്കുന്നതെങ്കിൽ എൻ്റെ പ്രാർത്ഥന വികലമാണ്. സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ദൈവത്തെ സമീപിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ സംഭാഷണമാണ് എൻ്റെ പ്രാർത്ഥന. ആ ഒരു ആഴമേറിയ സ്നേഹത്തോടെ ദൈവത്തെ ഓരോ നിമിഷവും സമീപിക്കാൻ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞും അനുഭവിച്ചും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ എനിക്ക് സാധിക്കട്ടെ. അതിനോടൊപ്പം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ, എൻ്റെ അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ ദൈവം എനിക്ക് തരും. കാരണം അവിടുന്ന് കാരുണ്യവാനാണ്, അവിടുന്ന് സ്നേഹസമ്പന്നനാണ്. ആ കർത്താവ് എന്നോട് തൻ്റെ ഹിതം പങ്കുവയ്ക്കുമ്പോൾ ആ ദൈവഹിതം തിരിച്ചറിയാനും ആ ദൈവഹിതം ഏറ്റെടുക്കുവാനും ഞാനും എൻ്റെ ഹൃദയത്തെ ത്വരിതപ്പെടുത്തും. ക്ഷമയോടുകൂടി ആയിരിക്കുവാൻ എനിക്ക് മടുപ്പ് തോന്നില്ല. കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ മടി കാണിക്കില്ല. കാരണം എൻ്റെ ഹൃദയം ദൈവത്തെ സ്നേഹത്തോടെ തേടുന്നു. നമ്മുടെ ജീവിതത്തെ മുഴുവനും അതിൻ്റെ എല്ലാ അനുഭവങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ച് എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം ഞാൻ ആഴത്തിൽ അനുഭവിച്ചും ഏറ്റുപറഞ്ഞു കാര്യങ്ങൾ രണ്ടും മാറോട് ചേർത്ത് ശിരസ്സ നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.